മെയ് 8 മുതൽ 11 വരെ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മാനുഷിക പരിഗണന മുൻനിർത്തിയാണ് 3 ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച റഷ്യൻ വിക്ടറി ഡേയുടെ ഭാഗമായാണ് നടപടി. സമാധാന ശ്രമങ്ങൾ പുടിൻ വൈകിപ്പിക്കുന്നതായി ട്രംപ് ആരോപിച്ചിരുന്നു. തുടർച്ചയായ വെടിനിർത്തൽ ശ്രമങ്ങൾ നടക്കുന്നതിനിടെ ഈസ്റ്റർ ദിനത്തിലും പുടിൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇത് ആദ്യമായാണ് ഇത്രയും ദീർഘം, അതായത് 3 ദിവസത്തേക്കെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിന്റെ, താൽക്കാലികമെങ്കിലും സമ്പൂർണ്ണ വെടിനിർത്തലിന്റെ തീരുമാനം ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതും റഷ്യയുടെ ഒരു വിക്ടറി ഡേ, അതായത് നമുക്കറിയാവുന്നതാണ് ഈ മെയ് 8, 9 തീയതികളിൽ ആഘോഷിക്കുന്ന വിക്ടറി ഡേയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ആഘോഷങ്ങളുടെ ഭാഗമായി 80ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ഒരു സൗജന്യം എന്ന രീതിയിലാണ് 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. ഇത്രയും 3 ദിവസത്തേക്ക് പൂർണ്ണമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കാമെന്ന നിലപാടാണ് ഇപ്പോൾ പുടിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പുടിൻ ഈ തീരുമാനമെടുക്കുന്നതിന് തൊട്ടു മുൻപാണ് യുദ്ധം നീട്ടിക്കൊണ്ട് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വേളകളിൽ സെലൻസ്കിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ട്രംപിന്റെ കൂടിക്കാഴ്ചയുടെ തൊട്ടു പിന്നാലെ ട്രംപ് പറഞ്ഞതാണ് ഇത്തരത്തിൽ സമാധാന ശ്രമങ്ങളെ വൈകിപ്പിക്കാനുള്ള നീക്കങ്ങൾ പുടിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നൊരു ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 3 ദിവസം പൂർണ്ണമായി വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാം എന്നൊരു നിലപാടാണ് പുടിൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ യുക്രൈൻ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെ നടത്തിയിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയായി തുടരുകയാണ്. ശാശ്വത സമാധാനത്തിനുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ ദീർഘകാലമായ ഒരു വെടിനിർത്തലിനുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെന്ന ഒരാവശ്യമാണ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ യുക്രൈന്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. യുക്രൈൻ ഈ 3 ദിവസത്തെ വെടിനിർത്തൽ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ കൂടി ശാശ്വതമായ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന നിലപാട് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ട്രംപും ഇക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. നിലവിലെ സൂചനകൾ പ്രകാരം 3 ദിവസത്തെ വെടിനിർത്തൽ 8 മുതൽ 11 വരെ നടപ്പാക്കുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് മിക്കവാറും യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് അറിയുന്നത്. എന്നാൽ അതിന് മുന്നോടിയായി തന്നെ, അല്ലെങ്കിൽ ഈ ഏപ്രിൽ മാസത്തിലോ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നോടിയായി തന്നെ താൽക്കാലികമായ വെടിനിർത്തൽ 30 ദിവസത്തേക്കെങ്കിലും നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിനുള്ള സാധ്യത തുറന്നു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് യുക്രൈൻ ഉള്ളത്. അതിന് അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ട്രംപ് വൈകാതെ തന്നെ വെടിനിർത്തൽ സാധ്യമാകുമെന്ന പ്രതീക്ഷ പലതവണ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ശരി, ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. താൽക്കാലികമായി 3 ദിവസത്തേക്കാണ് പുടിൻ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്.